കോഴിക്കോട് നഗരത്തിൽ മതിയായ പാർക്കിംഗ് സൗകര്യമില്ലാത്തത് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഓട്ടോ തൊഴിലാളികൾ. ഓട്ടോറിക്ഷകളുടെ എണ്ണത്തിന് ആനുപാതികമായി ഓട്ടോ സ്റ്റാൻഡുകൾ ഇല്ലാത്തതാണ് പ്രശ്നത്തിന് കാരണം. ഇതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജില്ലയിലെ ഓട്ടോ തൊഴിലാളികൾ. നഗരത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടയ്ക്കുന്ന പിഴയ്ക്ക് കണക്കില്ല. പ്രധാന കാരണം അനധികൃത പാർക്കിംഗ് തന്നെ. എന്നാൽ സ്റ്റാൻഡിൽ സ്ഥലമില്ലെങ്കിൽ പിന്നെ തങ്ങൾ എന്തു ചെയ്യുമെന്നാണ് തൊഴിലാളികളുടെ ചോദ്യം. പെരുകി പോയി നിർത്താൻ വരെ പറ്റാത്തൊരു അവസ്ഥയാണ്. ഇപ്പോൾ മാനാഞ്ചേരി മാവൂർ റോഡിൽ ഇപ്പോൾ ഞാൻ വലിയ ഇങ്ങനെ വരിക ഫുള്ള് 2 ഭാഗത്ത് KSRTC ഫുള്ള് ലൈനാണ്. മെരിയാബാറിൻ്റെ ആ ലൈനിൽ ഫുള്ള് വണ്ടികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടി പെരുകിയാണ് ഇപ്പോൾ നിർത്താൻ പറ്റില്ല. ബാക്കിൽ പോലീസാണ് ഫോട്ടോ എടുക്കുക. ഞങ്ങൾ എന്ത് ചെയ്യാനാ? പിന്നെയാണ് ഫോണിൽ വിളി മെസ്സേജൊക്കെ വരുന്നത്. 20-ൽ താഴെ ഓട്ടോ സ്റ്റാൻഡുകൾ മാത്രമാണ് ഇപ്പോൾ നഗരത്തിലുള്ളത്. ഓട്ടോറിക്ഷകളാവട്ടെ സ്റ്റാൻഡിന്റെ 5 ഇരട്ടിയും. നഗരത്തിന് താങ്ങാവുന്നതിലധികം ഓട്ടോറിക്ഷകൾ പെർമിറ്റ് നൽകിയതാണ് പ്രശ്നത്തിന്റെ മറ്റൊരു കാരണമായി തൊഴിലാളികൾ പറയുന്നത്. സിറ്റിയെ ഉൾക്കൊള്ളുന്നതിന് അപ്പുറത്തേക്ക് ഒരുപാട് പെർമിറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റാൻഡിൽ പോലും മര്യാദയ്ക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. ഒരു റെയിൽവേയിലൊക്കെ പോയി നോക്കിയാൽ അറിയാം, എത്രയോ വണ്ടികൾ ഒരു ജിലേബി പോലെയാണ് വണ്ടികൾ നിർത്തുന്നത്. എന്നിട്ട് പുറത്ത് റെയിൽവേൻ്റെ പാർക്കിംഗ് സ്ഥലം കഴിഞ്ഞിട്ട് പുറത്തേക്കാണ്. അപ്പോൾ ഈ പുറത്തേക്ക് വരുന്ന വണ്ടികളെ അവിടെ ബ്ലോക്കാവുക. കാരണം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും അറിയാം ഇത്ര വണ്ടി ഇവിടെ ഓടാനുള്ള സൗകര്യമുള്ളൂ. പക്ഷേ അവരത് അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പൊട്ടം കളിക്കുകയാണോ എന്നറിയില്ല. മതിയായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ സമരമായി മുന്നോട്ട് പോകാനാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ തീരുമാനം. ജനം, കോഴിക്കോട്.